ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സേവിയറുമായിട്ട് നമ്മുടെ കിരൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമാണ്, ഏതറ്റം വരെ പോയെങ്കിലും നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ, അങ്ങനെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സാർ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ കിരൺ സാറ് പറഞ്ഞതായതുകൊണ്ട് എനിക്കിത് ഒഴിവാക്കാൻ പറ്റത്തില്ല. എനിക്ക് കിരൺ സാറിനോട് അത്രയ്ക്ക് കടപ്പാടുണ്ട്. കിരൺ സാറിനോടും കല്യാണി മേഡത്തിനോടും അത്രയ്ക്ക് കടപ്പാടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വർക്ക് ഏറ്റെടുത്തത്. അറിയാലോ, എനിക്കൊരു ചെറിയൊരു പണിയൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കി തന്നത് കിരൺ സാറും കല്യാണി മേഡവും കൂടി ചേർന്നാണ്. അതിൻ്റെ പൈസയൊന്നും ഇതുവരെ എന്നോട് ചോദിച്ചിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ഒരു കടപ്പാടൊക്കെ എനിക്കുള്ളത് കൊണ്ട് ഞാൻ അവർ പറയുന്നത് കേൾക്കുമെന്ന് പറയുമ്പം തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് കിരൺ പറയാം. തനിക്ക് എന്താ വേണ്ടത്, ഇത് കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ തനിക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി, ഞാനത് തനിക്ക് തരാം, തനിക്ക് ഓഫർ ചെയ്യാം. ജീവിതകാലം മുഴുവനും തനിക്ക് ജീവിക്കാനുള്ളത് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞപ്പം അങ്ങനെയൊന്നും എനിക്കൊരു ഓഫറും ചെയ്യേണ്ട സാറേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സാറിൻ്റെ ജ്വല്ലറിയിലേക്ക് സ്വർണ്ണം എടുക്കാനായിട്ട് വല്ലതും വരുമ്പോഴത്തേക്കും പണിക്കൂലി ഇല്ലാതെ എനിക്ക് സ്വർണം തന്നാൽ മാത്രം മതി എന്ന്. ഇപ്പം പണിക്കൂലിയോ പകുതി പൈസ കുറച്ച് വേണമെങ്കിൽ തനിക്ക് തരാലോടോ, താൻ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് ചെയ്ത് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് സേവിയറിനെ വിശ്വസിച്ചിട്ട് തന്നെ നമ്മുടെ കിരൺ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പം സേവിയർ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കിരണിൻ്റെയും കല്യാണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ആദർശിൻ്റെയും കൂടെ നിൽപ്പുണ്ട്. ഏതായാലും ഈ വിവരം വന്ന് നമ്മുടെ നയനയോട് പറയുകയാണ് ആദർശ്. അങ്ങനെ നയനയോട് പറഞ്ഞു, ഞാനിങ്ങനെ സേവിയറിനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു, സേവിയർ നമ്മുടെ കൂടെ കറക്റ്റ് സപ്പോർട്ടായിട്ട് കൂടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞപ്പം അത് തന്നെ വലിയൊരു ആശ്വാസമാണല്ലോ. മാത്രമല്ല മാളവികയും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഏതായാലും കണ്ടുപിടിക്കണം ആദർശ് ചേട്ടാ, കണ്ടുപിടിച്ചേ പറ്റൂ. എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്. എൻ്റെ ആദർശ് ചേട്ടനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എല്ലാവരും എൻ്റെ ആദർശേട്ടനെ വില കുറച്ച് കണ്ടു. എല്ലാവരും എൻ്റെ ആദർശേട്ടൻ കാരണമാണ് ജ്വല്ലറി ഇങ്ങനെ താന്നിടിഞ്ഞു പോയതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ വേദനയുണ്ടല്ലോ, അതൊക്കെ എനിക്ക് മാറ്റണം. എല്ലാവരുടെയും മുമ്പിൽ ആദർശേട്ടനെ പഴയതുപോലെ തന്നെ എനിക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ആ MD സീറ്റൊന്നും എനിക്ക് വേണ്ട നയനെ. എനിക്ക് MD സീറ്റിനോടൊന്നും ഒരു താല്പര്യമില്ല. ആദർശേട്ടൻ അങ്ങനെ പറയരുത്. ആദർശേട്ടൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിട്ടിരിക്കുന്നിടത്തോളം കാലം അതങ്ങനെ തന്നെ തുടരണം. മുത്തശ്ശന് അത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ മുത്തശ്ശൻ്റെ മാനസികാവസ്ഥയും ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടാണല്ലോ മുത്തശ്ശൻ കാണുന്നത്. അപ്പം അതുകൊണ്ടുള്ള ആ ഒരു ഇടിവൊക്കെ ചേർന്നപ്പോഴത്തേക്കും മുത്തശ്ശന് കുറച്ച് ഡിമ്മായി പോയി. മുത്തശ്ശന് നമ്മളോട് സ്നേഹം കുറഞ്ഞിട്ടൊന്നുമില്ല. മുത്തശ്ശൻ ആ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇത്രയും നാളും കിട്ടാത്ത ആ ഒരിത് ഇപ്പം സമൂഹത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും നമ്മുടെ മുത്തശ്ശന് കിട്ടുന്നുണ്ട്. മൂർത്തീസ് ജ്വല്ലറി ഇടിഞ്ഞു പോയല്ലോ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് ആദർശേട്ടൻ്റെ കാരണമാണെന്നും പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ആകെപ്പാടെ നമ്മുടെ മുത്തശ്ശൻ വല്ലാണ്ട് വറീഡായിട്ടിരിക്കുക. അപ്പം അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം. അനന്തപുരി തറവാട്ടിൽ വേണം നമ്മുടെ കുഞ്ഞ് ജനിക്കാനായിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ അനന്തപുരി തറവാടാണ്. അപ്പം അനന്തപുരി തറവാട്ടിൽ നമ്മുടെ ചന്തുമോൾ ഇങ്ങനെ ഇരിക്കും. അപ്പം ചന്തുമോൾക്കൊരു വിഷമമൊക്കെ. അപ്പോൾ ദേവയാനി ചെന്ന് ചോദിക്കുകയാണ്, എന്തോ പറ്റി ചന്തുമോളെ, നിനക്ക് എന്താ പറ്റിയത്, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അത് പിന്നെ എന്നെ അമ്മ ഇന്ന് വിളിച്ചില്ലല്ലോ, അതെന്താ അമ്മ ഇന്ന് വിളിക്കാത്തേ? അമ്മ വിളിക്കാഞ്ഞിട്ടാണോ? അമ്മയ്ക്ക് ചിലപ്പോൾ കുറച്ച് തിരക്കോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ നമുക്ക് അമ്മേനെ ഒന്ന് വിളിച്ച് നോക്കാമേ, നിന്റെ വിഷമം അങ്ങ് തീർക്കാലോ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ നയനെ വിളിക്കുക. നയനെ വിളിച്ചിട്ട് ദേവയാനി പറയാം, അതെ ഇവിടെ ഒരാൾ നീ വിളിക്കാത്തതിനെ സങ്കടപ്പെട്ടിരിപ്പുണ്ട്. അതാരാ? അത് വേറെ ആരുമല്ല, നമ്മുടെ ചന്തുമോളാ. ആണോ? എന്നാൽ പിന്നെ ചന്തുമോളുടെ കൈ കൊടുത്തേന്ന് പറഞ്ഞപ്പോൾ ചന്തുമോള, ഹലോ അമ്മേ, അല്ല മോക്ക് എന്നാണ്ട് വിശേഷം, മോക്ക് എന്നാ സങ്കടം വന്നോ ഈ അമ്മ വിളിക്കാത്തതിന്? അത് പിന്നെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. അല്ല അമ്മയ്ക്ക് വയറുവേദനയുണ്ടോ? വയറുവേദന ഒന്നുമില്ല, അമ്മയുടെ വയറ്റിൽ കുഞ്ഞു അവ സുഖമായിട്ട് കിടപ്പുണ്ട്. അമ്മ വിളിക്കില്ലെന്ന് മോൾ ഓർത്തോ? അമ്മ വിളിക്കാൻ വേണ്ടി ഇരുന്നതാന്നേ. പിന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ സുഖമായിട്ട് കിടന്നുറങ്ങണം, പഠിക്കുകയും ചെയ്യണം കേട്ടോ. ഞാൻ പഠിക്കുന്നുണ്ടമ്മേ. എങ്കിൽ പിന്നെ മോള് മുത്തശ്ശിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് കേട്ടോ.
അപ്പൊ നമ്മുടെ ദേവയാനി ചോദിച്ചു, ആദർശ് അവിടെ ഇല്ലേ മോളെ? ആ ഉണ്ട്, ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാ. മുമ്പത്തേക്കാളും ജോലി അമ്മ ഇപ്പൊ ഇവിടെ. കമ്പനിയെ തകർക്കുന്നവരെ എന്തായാലും കണ്ടെത്തൂ എന്നുള്ള വാശിയിൽ ആദർശേട്ടൻ. അല്ല, എന്തെങ്കിലും പുരോഗതി ഉണ്ടോ മോളെ? എല്ലാ വഴിയിലൂടെയും അന്വേഷിക്കുന്നുണ്ട്. ഹിരണേട്ടനും കല്യാണിയും അവരുടെ ജോലി പോലും മാറ്റിവെച്ചിട്ട് ഇപ്പം ആദർശേട്ടന്റെ കൂടെയുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എങ്കിൽ പിന്നെ ശരി മോളെ, ഞാൻ രാവിലെ വിളിക്കാട്ടോ. അതെ മോള് എന്തെങ്കിലും നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അന്നേരം വിളിച്ചോട്ടോ, കുഴപ്പമില്ലേ? എന്നാ പിന്നെ ശരി, നാളെ രാവിലെ ഞാനാ മോളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അപ്പം അവിടെ കയറിയിട്ട് പോകാം. എങ്ങനെ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലെന്നോ? എൻ്റെ ദൈവമേ, ഇവിടെ ഒന്ന് കയറിയിട്ട് പോയി നോർത്തിട്ട് എന്താ കുഴപ്പം? എനിക്ക് ചന്തമോള് കാണാൻ പറ്റത്തില്ലേ? എന്നാ പിന്നെ ശരി അമ്മ, വെച്ചേരെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ദേവയാനി ചന്തുമോളോട് പറയാം, നാളെ നമ്മൾ മോളുടെ അമ്മേനെ കണ്ടിട്ടാ സ്കൂളിൽ പോകുന്നത്. ഇപ്പൊ മോളുടെ വിഷമമൊക്കെ മാറിയില്ലേ? എന്നാ പിന്നെ വാ, നമ്മുടെ മുത്തച്ഛൻ അവിടെ കാത്തിരിക്കാം. വാ കിടന്നുറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക നേരെ കൂട്ടിക്കൊണ്ട് പോകുവാണ് ചന്തുമോളെയും കൂട്ടി റൂമിലേക്ക്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ കനകേനെയും ഗോവിന്ദനെയാണ്. കനകയും ഗോവിന്ദനും കാത്തിരുന്ന് മടുത്തു. ഇതുവരെ നമ്മുടെ നന്ദു എത്തിയിട്ടില്ല. നന്ദു എത്താത്തത് കൊണ്ട് തന്നെ നമ്മുടെ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, എന്താ ഈ പെണ്ണി കാണിക്കുന്നത്? കാത്തിരുന്ന് മടുക്കാണല്ലോ ഗോവിന്ദേട്ടാ, ഇതെന്താ ഇവള് താമസിച്ചു വരുന്നത്? അല്ലെങ്കിലും അവളെ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ദിവസമായിട്ട് അവളെ എന്തൊക്കെയോ അലട്ടണുണ്ട്. എനിക്ക് ആ അനിയെ തന്നെയാ സംശയം. എന്തിനാടി അനിയെ സംശയിക്കുന്നത്? അങ്ങനെ നിർത്തുവൊന്നും വേണ്ട സംശയം, സംശയിക്കേണ്ടത് തന്നെയാ. അവര് രണ്ടുപേരും ഇപ്പോഴും എന്തോ ചുറ്റിക്കളി ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നീ ചുമ്മാ വെപ്രാളപ്പെടാതെ, സമയം ആകുന്നല്ലേ ഉള്ളൂ. പിന്നെ മൊബൈൽ ഓഫായിട്ടിരിക്കുന്നുണ്ടോ? എനിക്ക് പേടി. വീട്ടിലിരിക്കുന്നവരുടെ ആദ്യം വേദനയൊന്നും അറിയത്തില്ലല്ലോ എന്ന് ഗോവിന്ദൻ. ഇത് കേട്ടപ്പോഴത്തന്നെ നമ്മുടെ കനകയും വല്ലാണ്ട് വറീഡായിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ നന്ദു കയറി വരുന്നത്. അപ്പം നന്ദുവിനെ കണ്ടതും വരുന്നുണ്ട് ഗോവിന്ദേട്ടാ, വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു അകത്തേക്ക് കയറിട്ടോ. അകത്തേക്ക് കയറി ഉടനെ തന്നെ കനക ചോദിച്ചു, എടി 9 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10 ആയല്ലോടി, എന്താണ് നീ വൈകിയത്? അത് പിന്നെ പെട്ടെന്നൊരു കേസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു അമ്മേ. അതായിക്കോട്ടെ, എന്നാ പിന്നെ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? എന്തിനാ മൊബൈൽ ഓഫാക്കി വെച്ചത്? അത് പിന്നെ മൊബൈല് ചാർജ് തീർന്ന് ഓഫായി പോയതാ. എന്തൊക്കെയോ പറയുന്നതെന്ന് ആർക്കറിയാം? നിന്നെയൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണല്ലോ. ഇന്നലെയും ഇതുപോലെ തന്നെയാ. അർദ്ധരാത്രി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നിനക്ക് കുറച്ച് ദിവസമായിട്ട് എന്താ പ്രശ്നം? 10-12 മണിക്ക് വരത്തുള്ളൂ ഇന്നലെ നീ പറഞ്ഞായിരുന്നു. അത് പോട്ടെന്ന് വെക്കാം. എങ്കിലും 1 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ചങ്കിടിപ്പ് തുടങ്ങിയതാ. അവളുടെ തോന്നിവാസത്തിന് അവൾ നടക്കാണ്. പിന്നെ വിളിച്ചപ്പോൾ കിട്ടിയത് കൊണ്ട് ഇന്നലെ കുഴപ്പമില്ലായിരുന്നു. എടി നീ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടി. ഏത് പുലിമടയിലേക്ക് നീ കയറി ചെല്ലൂല തന്നെ. എന്തും നേരിടാൻ നീ ചങ്കൂറ്റത്തോടെ നിന്ന് കൊടുക്കൂലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞ, അല്ല മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. അത് പിന്നെ ഇന്ന് വലിയ തിരക്കായിരുന്നു വെച്ചാൽ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് എൻ്റെ മുഖത്ത്. അല്ല മോള് ആഹാരം കഴിച്ചിരുന്നോ? കഴിച്ചുന്നേ, ആഹാരമൊക്കെ കഴിച്ചു. എന്നാൽ പിന്നെ ഒരു ഗ്ലാസ് പാല് കൊടുക്ക് കനകെ, അവൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. പാല് കുടിച്ചാൽ നന്നായിട്ട് ഉറങ്ങും. മോള് പോയി ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോഴത്തേക്കും അകത്ത് കയറി പോകാൻ നോക്കി നമ്മുടെ നന്ദുവിനോട് പറഞ്ഞു, അതെ നിന്റെ പിറന്നാളുണ്ടല്ലോ, ഇന്ന് 12 മണിയാകുമ്പോഴേ പിറന്നാൾ കഴിയത്തുള്ളൂ. ഇന്നലെയും പിറന്നാളായിട്ട് നീ ഇവിടെ രാത്രി ഇല്ലായിരുന്നു, ഇന്നും ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആഹാരം പോലും കഴിക്കാനുള്ള ഒരു ലേശം മര്യാദ നിനക്കില്ല. ഇനിയിപ്പോൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോയിരുന്ന് നീ ആഹാരം കഴിച്ചോ? അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നോട്. ഞാൻ അനിയുടെ കാര്യം തന്നെയാണ് നിന്നോട് പറയുന്നത്, സൂചിപ്പിക്കുന്നതും ഒക്കെ. അവനിപ്പോൾ മൂർത്തി ജ്വല്ലറി MD ഒക്കെ നല്ല തിരക്കുള്ള കൂട്ടത്തില. എങ്കിലും നിനക്ക് വേണ്ടി അവൻ എല്ലാ തിരക്കുകളും ഒഴിവാക്കുന്നത് എനിക്കറിയാം. രണ്ടുപേരും പഠിച്ച കള്ളിയും പഠിച്ച കള്ളനുമാ. അപ്പം നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, നീ ഒന്ന് ചുമ്മാ ഇരിക്കും എൻ്റെ പൊന്നു കനകെ. ക്ഷീണിച്ചു വന്ന മോളോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഗോവിന്ദേട്ടാ, എനിക്ക് മനസ്സിലുള്ളത് അടക്കി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ആകെ കൂടെ ഞാൻ ഒതുക്കി വെച്ചത് അബിയുടെ കാര്യം മാത്രമാണ്. അതുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാം ഇപ്പൊ തീ നിന്നോണ്ടിരിക്കുക, സമാധാനം പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മോളാണെങ്കിലോ അവനെ പരിശുദ്ധനാക്കിയിട്ട് ആദർശം അവനെ ഇടിച്ച് താത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ പെരുത്ത് കയറുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദു പറഞ്ഞു, അമ്മ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അമ്മ പാല് തരുന്നുണ്ടെങ്കിൽ കൊണ്ടുവാ, എനിക്കത് കുടിച്ചിട്ട് പോയി കിടക്കണം, എനിക്ക് വൈകി ഇങ്ങനെ ഇരിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്ക് നമ്മുടെ കനകയോട് ഗോവിന്ദൻ പറഞ്ഞു, അവളിപ്പോൾ ഒരു SI തിരക്ക് പിടിച്ച ജീവിതമാണ്. ജോലിയോട് ആത്മാർത്ഥതയുള്ളവർക്ക് അതിൽ നിന്ന് ഒഴിച്ചു വിടാനൊന്നും പറ്റത്തില്ല. ഡോക്ടർ ആണെങ്കിലും പോലീസ് ആണെങ്കിലും വിളിക്കേണ്ട സമയത്ത് ഓടി ചെല്ലണമല്ലോ. വല്ലാത്തൊരു ജീവിതം അവളുടെ. അതിനിടയ്ക്ക് വീട്ടിനകത്ത് വരുമ്പോൾ സമാധാനം കൊടുക്കാതെ ഇരിക്കരുത്. അത് പിന്നെ ഗോവിന്ദേട്ടാ, അനിയുടെ കാര്യം ഞാൻ മനഃപൂർവ്വം ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണെന്നേ, അങ്ങനെ ഓർമ്മിപ്പിക്കണം അവളെ. എനിക്ക് ഇപ്പോഴും ചെറിയ സംശയമുണ്ട്, അവനും അവളും തമ്മിൽ കാണുന്നുണ്ടോന്ന്. എനിക്ക് നല്ല സംശയം തന്നെയാണ്. അതുമാത്രമല്ല അവൾ ആരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു സംസാരിക്കുന്നു ഒക്കെ ഉണ്ട്. ആകെ മൊത്തം ഒരു കള്ള ലക്ഷണം. പിന്നെ ഈ പേര് മാറ്റി ആയിരിക്കുമല്ലോ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സ്വപ്നം കാണലും കുറവൊന്നുമല്ല.
രാവെന്നോ പകലെന്നോ ഇല്ലാതെ സ്വപ്നം കാണില്ല. ഈ ആലോചനയൊക്കെ തുടങ്ങിയത് ഈ അനിയെ പരിചയപ്പെട്ടതിൽ പിന്നെയാ. അതിനു മുമ്പ് അവളാരെയും പ്രേമിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ആദ്യമായിട്ടാ അവളൊരാളെ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് മറക്കാനും പ്രയാസമായിരിക്കും. അനിയാണെങ്കിലോ ആ കല്യാണം കഴിഞ്ഞ ശേഷവും നന്ദുവിന്റെ പിന്നാലെ അല്ലായിരുന്നോ നടന്നുകൊണ്ടിരുന്നത്? ഏതെങ്കിലും ആണുങ്ങൾ അങ്ങനെ ചെയ്യുമോ? അതൊക്കെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുക ഗോവിന്ദേട്ടാ. നീ അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നീ ചെന്നിട്ട് ആ പെങ്കൊച്ചിന് പാല് വല്ലതും എടുത്ത് കൊടുക്കേണ്ട കനകയെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ കനകനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദുവിനാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല. ഇതേ സമയം നമ്മുടെ അനിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ റൂമിലെത്തി. അനിക്കാണെങ്കിൽ നമ്മുടെ നന്ദുവിനെ കാണാനും പോകാൻ പറ്റിയില്ല. ആകെപ്പാടെ കളാശായിട്ട് കിടക്കുകയാണ് പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ നന്ദു ഒരു വോയിസ് അയച്ചേക്കുവാണ്. നീ പകരം വീട്ടിയല്ലേ കഴിഞ്ഞ ദിവസം നീ കാത്തിരുന്ന് മുഷിഞ്ഞതിന്റെ വേദന എത്രയാണെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നല്ലേടാ. നന്നായിട്ടുണ്ടോ അതെനിക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരാൾ കാത്തു നിന്നിട്ട് അയാൾ വരാതിരിക്കുമ്പോഴുള്ള ദേഷ്യവും നിരാശയും വേദനയൊക്കെ ഇന്ന് ഞാൻ അനുഭവിച്ചടാ. താങ്ക്സ്ടാ, ഒരുപാട് താങ്ക്സ് എന്നൊരു വോയിസ് മെസ്സേജ്. ഇത് കേട്ടതും അനിയുടെ ചങ്ക് തകർന്നു പോയില്ലേ. എൻ്റെ ഈശ്വര, ഇതെന്താ ഇവളിങ്ങനെ അയച്ചേക്കുന്നത്? ഞാൻ ഇവളോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നുള്ളൊരു മട്ടില് നമ്മുടെ അനി അങ്ങോട്ടും ഇങ്ങോട്ടും പരവശപ്പെട്ട് നടക്കുക. എന്നിട്ട് ഫോൺ വിളിക്കാൻ നോക്കിയിട്ട് എവിടെ നിന്ന് ഫോൺ ഇട്ട് എടുക്കുന്നുമില്ല കേട്ടോ. ഫോണ് നമ്മുടെ നന്ദു മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേവിഡിനെ മാളവികേനെയാണ്. അപ്പം ഡേവിഡും മാളവികയും കൂടി ഇങ്ങനെ ചെറിയ ജോഗിങ്ങിനൊക്കെ ഇറങ്ങിയതാന്ന് തോന്നുന്നത്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ മാളവിക ചോദിക്കുന്നുണ്ട്, സാറേ എൻ്റെ ആ ഒരു ഡിസൈൻ സാറിനൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലോ, വേറെ ആരാണ്ട് നോക്കിയിട്ടാണല്ലോ എൻ്റെ ഡിസൈൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞത്. സാറിനെന്താ അത് പിടിക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ വേറെ ഒന്നുമല്ല, എനിക്ക് ഡിസൈനൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ പിന്നിലുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ. ബിസിനസ്സിൽ ഞാൻ നല്ലൊരു ബിസിനസ്മാനൊക്കെയാണ്, പക്ഷേ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഈ പുറകിലുള്ളവരെന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ കൂടുതൽ സാറേ? പിന്നെ അവരാരാണെന്ന് പറഞ്ഞാലേ അവരോടൊരു താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു. നന്ദിയൊക്കെ എന്നോട് പറഞ്ഞാൽ മതി, അവർ കൊള്ളാമെന്ന് പറയുന്നു, ഞാൻ തീരുമാനം എടുക്കുന്നപ്പോൾ ക്രെഡിറ്റ് എനിക്കല്ലേ. അല്ല അതൊക്കെ ശരിയാണ്. അല്ല ആ ടീമിൽ ജെൻസ് ആണോ ലേഡീസ് ആണോ കൂടുതൽ? അതൊന്ന് പറ. രണ്ടു കൂട്ടരും ഉണ്ട് മാളവികെ. എല്ലാവരും കൂടെ മൊത്തത്തിലൊരു അഭിപ്രായം അങ്ങ് പറയും, അത് ഞാൻ നടപ്പിലാക്കും. അതാണ് പതിവ്. അല്ല സാർ ആദ്യം ആ ഡിസൈൻ കണ്ടിട്ട് അത്രയ്ക്ക് മതിപ്പോടെ അല്ല എന്നോട് സംസാരിച്ചത്. എനിക്ക് ബിസിനസ് നടത്താൻ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ ഡിസൈൻ വരയ്ക്കാനും സെലക്ട് ചെയ്യാനും എനിക്ക് അറിയത്തില്ലെന്നേ. അതുകൊണ്ടാണ് ഞാൻ അവരോട് അഭിപ്രായം ചോദിക്കുന്നത്. ഇനിയിപ്പോൾ മാളവിക കൊണ്ടുവരുന്ന ഡിസൈൻ ഏതായാലും എന്നെ സംബന്ധിച്ച് ഗംഭീര ഡിസൈനുകളായിരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സാറേ. കാരണം വേറൊന്നുമല്ല കേട്ടോ, മാളവികയുടെ ഡിസൈൻ നല്ല മൈലേജ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഉള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അത് പിന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാം ചെയ്യുന്നുണ്ട് സാറേ ഞാൻ. നയന കളക്ഷൻസ് ഇല്ലേ, അവരെ നമുക്ക് പൊട്ടിക്കണം മാളവിക. ഇനി മാളവിക കളക്ഷൻസ് എല്ലാ സ്ത്രീകളുടെയും കഴുത്തിലും കയ്യിലും കാതിലും ഒക്കെ ഉണ്ടാക്കണം. അല്ല ഈ മൂർത്തി ജ്വല്ലറിയോടെ സാറിന് നല്ല ദേഷ്യമുണ്ടല്ലേ സാറേ? അവര് നമ്പർ 1 അല്ലേ? അപ്പം അവരുടെ നമ്പർ 2ഉം 3ഉം ഒക്കെ ആക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. അല്ല സാറിന്റെ വ്യക്തിപരമായി എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? എന്ത് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ബിസിനസ്സുകാരാണല്ലോ. അപ്പം അതിൻ്റെതായ ചില ശത്രുതകളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും സാർ ഉറപ്പിച്ചോ, ഞാൻ എൻ്റെ മാക്സിമം എഫർട്ട് എടുത്തിട്ട് ഈ വിഷു നമ്മളുടേതാക്കി മാറ്റും, അത് ഉറപ്പാ. നമുക്ക് തകർക്കാം മാളവികയെ, നമുക്ക് തകർക്കണം. പിന്നെ മാളവികയെ മാളൂന്ന് വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? മാളൂന്ന് വിളിച്ചോ, കുഴപ്പമില്ല. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. അത് പിന്നെ ഈ ഡേവിഡ് സാറിന് മോളെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ മാളു എന്നൊക്കെ വിളിക്കുന്നത്. ആയിക്കോട്ടെ സാറേ. അപ്പം സാറുമായിട്ട് കുറച്ചുകൂടി ഒരു ഇൻറ്റിമൻസി എനിക്ക് തോന്നൂലോ, അത് നല്ലതാണല്ലോ. അതൊക്കെ നല്ലതാ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഡേവിഡ് പറയാണ്. ഡേവിഡിനെ എങ്ങനെയെങ്കിലും മനസ്സൊക്കെ അറിഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുന്ന, പക്ഷെ ഒന്നും വിട്ടങ്ങോട്ട് പറയുന്നില്ല. മാളവിക്കും ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ കാണിക്കുന്ന നമ്മുടെ നാഗേന്ദ്രനെ കേട്ടോ. നാഗേന്ദ്രൻ നമ്മുടെ ഡേവിഡിനോട് സംസാരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അത് നമ്മുടെ നാഗേന്ദ്രൻ പറയാണ്, അടുത്ത മാസം 1-ാം തീയതിയാണ് നമ്മുടെ പുതിയ ബാഞ്ചിൻ്റെ ഇനാഗ്രേഷൻ നടക്കുന്നത്. അന്നേ ദിവസമാണ് എൻ്റെ മോൻ ആ ബ്രാഞ്ചിൻ്റെ മാനേജരായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അന്ന് അവന് ഗംഭീരമായിട്ടൊരു സ്വീകരണം കൊടുക്കണം ഡേവിഡ്. അപ്പം നമ്മുടെ നാഗേന്ദ്രൻ്റെ മോള് പറയുന്നുണ്ട്, അത് പിന്നെ ആൾക്കാരിലെ സംശയം ഉണ്ടാക്കില്ലേ? ഒരു സംശയം ഉണ്ടാകത്തില്ലെന്നേ. മൂർത്തി ജ്വല്ലറിയുടെ പയ്യൻ, അതും മൂർത്തിയുടെ കൊച്ചുമോൻ നമ്മുടെ ജ്വല്ലറിയിലേക്ക് വന്നതിൻ്റെ സ്വീകരണമാണ് കൊടുക്കുന്നതെന്ന് എല്ലാവരോടും പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതി. അതങ്ങനെയാണല്ലോ. എതിർപ്പാളയത്തിലുള്ള രാഷ്ട്രീയക്കാരും മറുപക്ഷത്തേക്ക് പോകുമ്പോഴത്തേക്കും കൊട്ടും കൊരവയും ഒക്കെ ആയിട്ടല്ലേ അവർ സ്വീകരിക്കുന്നത്. അതേ നയം തന്നെയാണ് നമ്മളും സ്വീകരിക്കാൻ പോകുന്നതും പിന്തുടരാൻ പോകുന്നതും.
ഏട്ടനും ആകെ അന്തം വിട്ടിരിക്കുക അച്ഛാ. AM ജ്വല്ലറിയെ പോലെ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഏട്ടനെ ഹാജരാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകത്തില്ലല്ലോ. അതിൻ്റെ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ അവരുടെ മിടുക്കായിട്ട് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ മോഡലിൻ്റെ മിടുക്കായിട്ട്. അതങ്ങനെ ഇരുന്നോട്ടെ മോളെ, അവളും അതിൻ്റെ പേരിലൊന്ന് അഹങ്കരിച്ചോട്ടെ, അവൾ എന്തെങ്കിലും കാണിച്ചോട്ടെ. എൻ്റെ മോന് ഇഷ്ടമില്ലാത്ത ഭാര്യയാണ് അവള്. അതുകൊണ്ട് അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ജീവിതം അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ തൂത്തെറിയണം. അതിനു മുമ്പ് അവള് നന്നായി ജീവിതം ഒന്ന് ആസ്വദിച്ചോട്ടെ. വലിയ ഫാഷൻ ഡിസൈനർ, വലിയ മോഡലൊക്കെ ആയിക്കോട്ടെ. അല്ല, നമുക്കേ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവന്നാലോ ഉദ്ഘാടനം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു മോഡലായിട്ട്? വേണ്ട. ഇതിവിടെ അതിനേക്കാൾ വലിയ വാല്യൂ ഇപ്പോൾ ഉള്ളത് നവ്യ മോഡലായിട്ടിരിക്കുമ്പോൾ തന്നെയാ. അറിയാമല്ലോ, അന്ന് നവ്യ ആ ഒരു മോഡലായി ആദ്യത്തെ പരസ്യം ചെയ്തപ്പോൾ തന്നെ അത് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നാഗേന്ദ്രൻ്റെ മോള് പറഞ്ഞു, എൻ്റെ ഏട്ടനെ ഒരു സ്റ്റാഫ് പോലും ആക്കാതെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയില്ല. അപ്പം അതിനിങ്ങനെ തന്നെയല്ലേ മൂർത്തി മുത്തശ്ശനും അയാളെ സ്നേഹിക്കുന്നവർക്ക് തിരിച്ചടി കൊടുക്കേണ്ടത്. ഇങ്ങനെ തന്നെ കൊടുക്കണം അച്ഛാ. ഈ വിഷുവിന് മൂർത്തി ജ്വല്ലറി അടിയുമ്പം നോക്കിക്കോ, അതെല്ലാം കണ്ട് എനിക്ക് ആസ്വദിക്കണം. എന്നിട്ട് എൻ്റെ മോന് AM ജ്വല്ലറിയിലെ മാനേജറായിട്ടിരിക്കുന്ന എനിക്ക് കാണണം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനത്ത് നിന്ന് അങ്ങ് നീക്കും. പിന്നെ വേറെ ആരെങ്കിലും വരും, അവിടെ തകർച്ച ഉറപ്പല്ലേ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ അഭി ഇങ്ങനെ പിന്നെ കാണിക്കുന്ന സീനാണ് കേട്ടോ. നമ്മുടെ അഭി ഇങ്ങനെ പഴയ പോലെ സുന്ദരിമാരെയൊന്നും വീഴ്ത്താൻ പറ്റുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നവി ഒന്ന് അഭി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഒറ്റ ഞെട്ട്. എന്താടാ നീ ഞെട്ടിയത്? ഒന്നുമില്ല, വരുന്ന 1-ാം തീയതിയാണ് നീ AM ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യേണ്ടത്. അതൊരു സന്തോഷമുള്ള കാര്യമാണ് നവ്യ. പക്ഷേ അതിന് എത്രത്തോളം ഈ വീട്ടിലുള്ളവർ സമ്മതിക്കുന്ന എനിക്ക് അറിയില്ലല്ലോ. നിന്റെ സമ്മതം അത് നിനക്കുണ്ടോ? എൻ്റെ സമ്മതം നിനക്കുണ്ടോ? ജോലി ചെയ്യാനുള്ള സമ്മതവും നിനക്കുണ്ടോ? അത് മാത്രം നോക്കിയാൽ മതി, വേറെ ആരും ഒന്നും നോക്കേണ്ട ഒരാവശ്യമില്ല. നീ ജോലിക്ക് പോകണ്ടെന്ന് പറയാനുള്ള എന്തർഹതയാണ് ഈ വീട്ടിലുള്ളവർക്കുള്ളത്? ഒരർഹതയുമില്ല. നീ ജോലിക്ക് പോകണ്ടെന്നൊക്കെ വെക്കാം, ഇവിടുത്തെ ഏതെങ്കിലും ബ്രാഞ്ചിൻ്റെ തലപ്പത്തിരിക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമോ? അവരിരുത്തുവോ? ഇവിടെ ഉള്ളവർ സമ്മതിക്കുവോ? ഇതൊന്നും ചെയ്യില്ലല്ലോ. വേണ്ട, നിന്നൊരു സ്റ്റാഫ് എങ്കിലും അറ്റ്ലീസ്റ്റ് ആക്കുവോ? അതുമില്ല. അത് പിന്നെ വരുമാനത്തിന് കുറവൊന്നും ഇല്ലല്ലോ നവ്യ. എനിക്ക് കിട്ടാനുള്ളത് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് മാസാമാസം. നിനക്ക് കിട്ടാനുള്ളത് വരുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന നാണമില്ലടാ നിനക്ക്. ആ വരുമാനം നഷ്ടപ്പെടുന്ന കരുതിയിട്ടാ നീയും നിന്റെ അമ്മയും ഒക്കെ ഇത്രയും സഹിച്ച് ജീവിക്കുന്നത് അല്ലേ? പുച്ഛം തോന്നുവേ എനിക്ക്. നീ ഇനിയിപ്പം AM ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ പേരിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും കുഴപ്പമില്ല, ഇറക്കി വിട്ടോട്ടെ. അതൊന്നും നമ്മൾ കാര്യമാക്കുകയേ വേണ്ട. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യണം. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. അല്ല, ഈ വിഷയം ഇവിടെയുള്ളവരുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും അവതരിപ്പിക്കണം നവ്യെ. ഇപ്പം അവതരിപ്പിക്കണോ? വേണ്ട. പോകുന്നതിന് മുമ്പ് ഏതായാലും നീ ഒന്ന് പറയണം. പറയാന്നേ, ഞാൻ പറയാം. ഇവിടെയുള്ളവർ പോകണ്ടെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അത് ഇവിടെയുള്ളവർ പോകണ്ടെന്ന് പറഞ്ഞാൽ എങ്കിൽ നമ്മൾ കുഴയും മോളെ. എങ്ങനെ കുഴയും? നീ അപ്പോൾ പോകത്തില്ലേ, വരത്തില്ലേ? എൻ്റെ പൊന്നു നവ്യേ, എൻ്റെ ധർമ്മസങ്കടം നിനക്ക് അറിയത്തില്ല. എന്ത് ധർമ്മസങ്കടം ഉണ്ടെങ്കിലും അത് എന്നോട് പറ. ഞാൻ നിന്റെ ഭാര്യയല്ലേ. നിനക്ക് ഈ വീട്ടിലുള്ളവരെ ഭയക്കേണ്ട ഒരാവശ്യമില്ല. ഭയന്ന് ജീവിക്കരുത്. ഭീരുക്കളാ ഭയന്ന് ജീവിക്കുന്നത്. പിന്നെ അവർ ഭയപ്പെടുത്താൻ മാത്രം എന്തെങ്കിലും തെറ്റ് നീ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഓക്കെ. ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. തെറ്റോ? ഇല്ലില്ല. പിന്നെ എന്താ കുഴപ്പം? ഇവിടെ നിന്റെ ഭാഗത്ത് മാത്രമാണ് ന്യായമുള്ളത്. അത് നീ മനസ്സിലാക്കിക്കോ. അങ്ങനെ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. നിങ്ങൾ 3 കൊച്ചുമക്കളിൽ നിന്നെ മാത്രമാണ് നിന്റെ മുത്തച്ഛനെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളത്. നീ ഇവിടത്തെ അല്ലെങ്കിലും നിന്നെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. പിന്നെ നിന്റെ ചേട്ടനെ MD സ്ഥാനത്തിൽ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം നിന്റെ മുത്തച്ഛനോട് ചെറിയൊരു ബഹുമാനമൊക്കെ എനിക്കുണ്ടായത്. തെറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഒരേ ശിക്ഷ നടപ്പിലാക്കുന്ന നിന്റെ മുത്തച്ഛനോട് ഇപ്പം എനിക്ക് കുറച്ച് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള നിന്റെ മുത്തച്ഛനുണ്ടല്ലോ, നീ മറ്റൊരു ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പോകുന്നില്ല. ഇനിയിപ്പം മുത്തച്ഛൻ അരുതെന്നൊന്നും പറയില്ല. അധ്വാനിച്ച് ജീവിക്കുന്നവരെ മുത്തച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെന്താ കുഴപ്പം? കയ്യിൽ വന്ന ഭാഗ്യം തട്ടിത്തെറിപ്പിക്കരുത് ദയവ് ചെയ്ത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീനെ നമ്മുടെ നന്ദുവിനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അനി പോയേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു കാണാൻ സമ്മതിക്കുമോ? അപ്പോൾ അവിടെയുള്ള കോൺസ്റ്റബിളിനോട് പറഞ്ഞു വേണ്ട, എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് കോൺസ്റ്റബിൾ പറഞ്ഞു, അയ്യോ അതെങ്ങനെയാണ് മേഡം പറയുന്നത്? അതുമല്ല
ദേ മേഡത്തിനെ കണ്ടിട്ട് പോകുമെന്ന് വെച്ചാൽ കണ്ടിട്ടേ പോകത്തുള്ളൂ അദ്ദേഹം. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണല്ലോ. തന്നോടല്ലോടോ പറഞ്ഞത് ദേ ഞാനിവിടെ ഇല്ലെന്നോ അല്ലെങ്കിൽ കുറച്ച് തിരക്കാണെന്നോ ചെന്ന് പറയാൻ നോക്ക്, എനിക്കിപ്പോൾ ആരെ കാണാൻ സൗകര്യമില്ലെന്ന്. അങ്ങനെ അനിയോട് ചെന്ന് പറഞ്ഞപ്പോൾ അനി ആഹാ അങ്ങനെയാണെങ്കിൽ എപ്പോഴേലും മേഡം ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ, അപ്പം മേഡത്തിനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ അവസ്ഥയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.